ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടിൽ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് കണ്ണ്, മൂക്ക് അങ്ങനെയൊക്കെ വരച്ചിട്ട് ഷെയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളൊരു ഡ്രോയിങ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് മെയിനായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള നല്ല രീതിയിൽ വരയ്ക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് കണ്ണും മൂക്കും ഒക്കെ. അപ്പം ആ ഒരു കാര്യം തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ നമ്മൾ നല്ല രീതിയിൽ ഡ്രോ ചെയ്ത് കാണിച്ചാലേ നിങ്ങൾക്കത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം അതിനുവേണ്ടി തന്നെയാണ് ഈ ഒരു പാർട്ടിൽ ഞാൻ ഈ ഒരു ഭാഗം മാത്രമായിട്ട് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിന് മുമ്പിലത്തെ 2 പാർട്ടും കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അപ്പം ഇപ്പോഴും പലർക്കും മുടി വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ലാത്തവരുണ്ട്. അപ്പം അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പിലത്തെ പാർട്ട് അതായിരുന്നു. അപ്പം ആ ഒരു പാർട്ടൊന്ന് കണ്ടു നോക്കാവുന്നതാണ്. പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൈൻസ് വരയ്ക്കുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും അതിനെക്കുറിച്ച് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ലൈൻസ് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ കണ്ണ് വരച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ണ് വരയ്ക്കാൻ വേണ്ടി ഇവിടെ യൂസ് ചെയ്യുന്ന ആർട്ട് ലൈനിൻ്റെ പെൻസിലാണ്. അപ്പോൾ നമ്മൾ 4B പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് വരച്ച് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. പിന്നീട് നമ്മൾ ഓരോ ഡാർക്ക്നെസ് അനുസരിച്ച്, അതായത് നമുക്ക് എന്തൊരു ഡാർക്ക്നെസ് വേണം എന്ന് നോക്കി നമ്മൾ ആ ഫോട്ടോ നോക്കി മനസ്സിലാക്കിയ ശേഷം നമ്മൾ പിന്നെ 6Bയും 8Bയും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം കണ്ണിലെ കൃഷ്ണമണിയൊക്കെ നല്ല ഡാർക്ക്നെസ് വരുന്ന ഭാഗമാണ്. അപ്പോൾ അതിൽ ചെറിയ ലൈറ്റ് അടിക്കുന്ന ഏരിയാസും വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആ ഫോട്ടോ സൂം ചെയ്തിട്ട് കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ഒരു 8B പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് കണ്ണിൻ്റെ കൃഷ്ണമണിയൊക്കെ നമ്മൾ ഷെയ്ഡ് ചെയ്യുക. അതുപോലെ കണ്ണിൻ്റെ പിരികം ഭാഗമൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എത്ര ഡാർക്ക്നെസ് ഉള്ള ഒരു ഫോട്ടോ ആണെങ്കിലും അല്ലെങ്കിൽ എത്ര ഡാർക്ക്നെസ് വരുന്ന ഭാഗമാണെങ്കിലും നിങ്ങൾ ആദ്യം തന്നെ ഡാർക്ക്നെസ് കൂടിയ പെൻസിൽ യൂസ് ചെയ്യല്. ഞാൻ എവിടെയെങ്കിലും പറയുന്ന കാര്യമാണ്, നിങ്ങൾ ഏറ്റവും ലൈറ്റായിട്ടുള്ള പെൻസിൽ ഉപയോഗിച്ച് വരച്ച് വേണം തുടങ്ങാൻ വേണ്ടിയിട്ട്. പിന്നീട് ആ ഒരു റെഫറൻസ് ഇമേജ് നോക്കിയിട്ട് അതനുസരിച്ച് നിങ്ങൾ ഷെയ്ഡ് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ഒരു പെൻസിൽ ഉപയോഗിച്ച് തന്നെയാണെങ്കിലും ആ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പം 4B പെൻസിൽ ഉപയോഗിച്ച് മാത്രമാണെങ്കിൽ നമുക്ക് ഒരു ലെയർ ചെയ്യാനുണ്ട്, അതിൻ്റെ മുകളിൽ കൂടെ അടുത്തൊരു ലെയർ ചെയ്യുക, അങ്ങനെ ഒരു ലെയർ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അതിനനുസരിച്ച് ഡാർക്ക്നെസ് കൂട്ടി കിട്ടും. അപ്പം ഒരു പെൻസിൽ ഉപയോഗിച്ച് മാത്രമാണെങ്കിൽ നമുക്ക് ഡ്രോയിങ് ഒക്കെ ചെയ്യാൻ സാധിക്കും. അപ്പം അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഓരോ 8B 10B അങ്ങനെ ഓരോ ഗ്രേഡ് അനുസരിച്ച് നമുക്ക് ഡാർക്ക്നെസ് കൂട്ടി കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഒരു കണ്ണിൻ്റെ ഭാഗം വരച്ച് കംപ്ലീറ്റ് ആറായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഡാർക്ക്നെസ് കൂട്ടി കൊടുത്താൽ മതി. അപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് പെൻസിൽ മാറ്റുകയാണെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ആ ഒരു പെൻസിൽ ഉപയോഗിച്ച് തന്നെ ഓരോ ഇവിടെ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ആ ഫോട്ടോ നോക്കിയിട്ട് അതുപോലെ ഡാർക്ക്നെസ് വരുന്ന രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഈ ഒരു കണ്ണ് നമ്മൾ വരച്ചത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ഇങ്ങനെ സൈഡിലത്തെ കണ്ണും വരയ്ക്കുന്നുണ്ട്. അപ്പം അത് നമ്മൾ വരച്ച് തുടങ്ങി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പം ആ രീതിയിൽ തന്നെ നിങ്ങളിത് വരയ്ക്കുക. ഇതിലും കണ്ണിൻ്റെ കൃഷ്ണമണിയിൽ ചെറിയ ലൈറ്റ് അടിക്കുന്ന ഏരിയാസൊക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങളത് ഫോട്ടോ സൂം ചെയ്ത് നോക്കി മനസ്സിലാക്കി ആ ഒരു ഭാഗം ക്ലിയർ ചെയ്ത് പോവുക.
നമ്മൾ കണ്ണിൻ്റെയൊക്കെ ഭാഗം വരച്ച് ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വേണമെങ്കിൽ ഈ പറഞ്ഞ ഫോട്ടോ നോക്കിയിട്ട് ഡാർക്ക്നെസ് കുറവാണെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്നുകൂടി ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് മൂക്കിൻ്റെ ഭാഗം ഒന്ന് വരച്ച് കൊടുക്കാനുണ്ട്. അപ്പം മൂക്കിൻ്റെ ഭാഗം വരയ്ക്കുമ്പോഴും നമുക്ക് ഒരുപാട് ഷെയ്ഡിംഗ് ഒന്നും അവിടെ ചെയ്യാനില്ല. അവിടെ ഏറ്റവും ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് മാത്രം ആദ്യം കൊടുക്കുക. ശേഷം മാത്രം ആ മൂക്കിൻ്റെ ആ താഴ്ഭാഗം കൊണ്ട് മാത്രം ഇച്ചിരി ഒരു ഡാർക്ക് ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പം അവിടെ മാത്രം ഒന്ന് ഈ പറഞ്ഞാൽ നിങ്ങൾക്ക് പെൻസിൽ മാറ്റി യൂസ് ചെയ്യാവുന്നതാണ്. അതായത് 8B 6B ഒക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 4B പെൻസിൽ ഉപയോഗിച്ച് തന്നെയാണ് ഒരു ഷെയ്ഡ് കൊടുത്താലും മതി. അപ്പം ബാക്കിയൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രഷ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം ഇവിടെ മൂക്കിൻ്റെ ഒരു നടുവിലായിട്ട് കുറച്ച് ലൈറ്റ് ഇരിക്കുന്ന ഭാഗങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് കൊടുക്കുക, അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. അവിടെ ഒരുപാട് ഷെയ്ഡിങ് നമുക്ക് ഈ പറഞ്ഞാൽ വരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇനി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഈസി ആയിട്ട് വരയ്ക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾക്ക് യൂസ് ആകുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. നിങ്ങൾക്കും ഈസി ആയിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് മെസ്സേജ് ചോദിക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും.